സ്ത്രീകളെ ജീവനോടെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്ന മാനവികതയെ നാണം കെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് മധ്യപ്രദേശിലെ രേവയിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. ഭൂമി തർക്കത്തെ തുടർന്ന് 2 സ്ത്രീകളെ ജീവനോടെ കുഴിച്ചുമൂടാൻ അക്രമികൾ ശ്രമിക്കുന്നു. BJP സർക്കാരിലെ ക്രമസമാധാന നില മോശമായതിന്റെയും സ്ത്രീവിരുദ്ധ ചിന്തയുടെയും മറ്റൊരു തെളിവാണ് ഈ വീഡിയോ. സ്ത്രീ സുരക്ഷയും ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദിയുടെ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിച്ചു. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തുടർച്ചയായി വർദ്ധിച്ചു വരികയാണ്. എന്നാൽ നരേന്ദ്രമോദി എപ്പോഴും നിശബ്ദനാണ്. ഭൂമി കയ്യേറിയതിനെതിരെ പ്രതിഷേധിച്ചതിന് ജീവനോടെ സ്ത്രീകളെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നവർ ബ്രാഹ്മണരാണ്. ഇനി അവരുടെ കുട്ടികളും ഭർത്താവും മുസ്ലിം ഹോട്ടലിനെതിരെയും പച്ചക്കറി പഴങ്ങളുടെ പീടികയ്ക്കെതിരെയും പ്രതിഷേധവുമായി രംഗത്തു പോകുമോ? BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. മുഖ്യമന്ത്രിമാരെല്ലാം പാവകളും പ്രധാനമന്ത്രി കാഴ്ചക്കാരനുമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന് തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നാണക്കേട് വിളിച്ചു വരുത്തുന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് ഓരോ സ്ഥാനത്തേക്കും എത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ പിന്നീട് അവരുടെ ജീവനോ സംരക്ഷണത്തിനോ വേണ്ടി തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതാണ് തികച്ചും വേദനാജനകമായി മാറുന്നത്. ഇന്ത്യയുടെ ഭാവിയെ തന്നെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. സമ്മാന പെരുമഴ സീസൺ 2 2024 വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2 ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.